കേന്ദ്ര സർക്കാർ ഫൈനാൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയുണ്ട്, നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കണം, ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്യില്ല, കാശ് ചെലവാക്കേണ്ട കാശ് എവിടെ ചെലവാക്കി എന്ന് പറയാൻ ഡേറ്റ കൊടുക്കില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. സഖാവുമാരുടെ ബാങ്കാണോ സെൻട്രൽ ഗവൺമെന്റ്? ഈ പ്രചരണത്തിന് ഞങ്ങളായിട്ട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ ഉണ്ടല്ലോ, ആ CNDG ഏറ്റവും ഒടുവിൽ 2025 ഡിസംബറിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. 2023-24 കടമെടുപ്പിന്റെ 56.29% മൂലധന ചെലവുകൾക്ക് വിനിയോഗിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നതോ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയാണ് ഈ കടമെടുക്കുന്നതെന്നാണ്. നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഇപ്പൊ കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 72.84% ഇത് തനത് റവന്യൂ വരുമാനമാണ്. കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 59.71% തനത് നികുതി വരുമാനമാണ്. നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ശരാശരി 49.5%. അപ്പോ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് അടിച്ചുവിടുന്നത്.